അവിടെ ഇപ്പോൾ 2 വണ്ടി ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി 30 കിലോവാട്ടിലേ ചാർജ് ആവത്തുള്ളൂ. അതൊരു ഫോൾസ് അഡ്വർടൈസ്മെൻറ്റ് പോലെ എനിക്ക് തോന്നിയത്. ഇതിനകത്ത് ശരിക്കും പ്ലസ് കൊടുക്കേണ്ട ഒരു പോയിന്റാണ്. പിന്നെ ഈ ഇരിക്കുന്ന സാധനം എന്താണെന്ന് അറിയാം, ഇതൊരു സ്പെഷ്യൽ സാധനമാണ്. നിങ്ങൾ അപ്പോൾ ഈ EV ആയതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ പുറകെ വരുന്ന വണ്ടികളൊക്കെ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് കണ്ട് ഇതുപോലെ നല്ല ടേസ്റ്റ്. ടാറ്റാ കർവിൽ ഉണ്ടാക്കിയോണ്ടാന്ന് തോന്നുന്നു. തമാശയാക്കാണ്. അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട ആള്. അപ്പോൾ നമ്മുടെ കേവ് രാവിലെ തന്നെ ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 100% ബാറ്ററി ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ നിങ്ങൾ കണ്ട പോലെ ആക്സിലറേഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈലിൽ ഇതിനിപ്പോൾ കാണിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്ട് 200-300 കിലോമീറ്റർ എടുത്തുള്ളൂ. അപ്പോൾ അതാണ്ട് കംപ്ലീറ്റ്ലി പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു ദിവസത്തേക്ക് പോകുന്നതാണ് അതുകൊണ്ട് അനലിനും അമലയും തെരേസും കൂടെ. പക്ഷേ ഒരു ലോഡ് സാധനങ്ങളുണ്ട്. ഞാൻ എന്തൊക്കെയാ എടുക്കുക ദൈവമേ. അപ്പോൾ വണ്ടി ചെളിയാണ്, വണ്ടി പ്രോപ്പറായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് ഇതായിരിക്കത്തില്ല നിങ്ങൾ ഇൻട്രഡക്ഷൻ, നമ്മൾ 3 എന്നുള്ള ഇൻട്രഡക്ഷൻ ആയിരിക്കും മിക്കവാറും നിങ്ങൾ കാണാം. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ബൈ. എവിടെ അടി കണ്ടുപിടിക്കുക, ഡിക്കി അടിച്ചിട്ടാ തരച്ചേ അടക്ക്. മറ്റേ ഓട്ടോമാറ്റിക് ആണല്ലോ, അത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി എൻ്റെ മോനെ. അപ്പോൾ ഞാൻ അവർ ഡിക്കി അടച്ചു. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. പിന്നെ ഈ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇത് എനിക്ക് ചെറിയൊരു ഗ്ലിംസ് കാണിച്ചു തരാം. ഇതെന്താണെന്നുള്ളത് അറിയാം. ഇത് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാൻ നോക്കാൻ പോകുന്നൊരു സാധനമാണ്. അതിന് വേണ്ടി നമുക്ക് തൻ്റെ ടാറ്റ ഒരു അഡാപ്റ്ററും ഒക്കെ തന്നു. ഇവിടെ ഒരു അഡാപ്റ്റർ കിടപ്പുണ്ടായിരുന്നു, അഡാപ്റ്ററും ഒക്കെ തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം നിങ്ങളിപ്പോൾ ഓർക്കും ഞാൻ എന്താ ബൂട്ടടയ്ക്കാതെ കയറുന്നെന്നുള്ളത്. ബൂട്ടടയ്ക്കാൻ നമുക്ക് വേറൊരു തെണ്ടിയുടെയും ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ നമുക്കിവിടെ ഒരു കുഞ്ഞ് സ്വിച്ച് ഉണ്ട്. ഇതിൽ പിടിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട ഈ ഒരു രീതിയിൽ അവൻ ക്ലോസ്ഡ് ആയിക്കോളും. അതായത് കുറച്ചുകൂടെ ഫാമിലി അല്ലെങ്കിൽ കംഫർട്ടിന് ഭയങ്കര അധികം അല്ലെങ്കിൽ ഫീച്ചേഴ്സിന് ഭയങ്കര അധികം പ്രയോറിറ്റി കൊടുക്കുന്നൊരു വണ്ടിയാണ് കേവ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നമുക്ക് ഇന്ന് ചെയ്യാം. പിന്നെ ഇതിൻ്റെ റേഞ്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കാം. നമ്മളിവിടെ റേഞ്ച് നോക്കുമ്പോൾ ഏതാണ്ട് 286-300 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെക്കൗട്ട് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഡോക്ടർ റൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നെ തെരേസ അമല ഇനി തൊട്ട് ഫുള്ള് വ്ളോഗിങ്ങിലേക്കാണെന്നാണ് പറഞ്ഞത് കേട്ടോ. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ, സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ. കാരണം നമുക്ക് കുറേ പേർക്സ് ഉണ്ടെന്നുള്ളത് ആശാദിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഇനി കംപ്ലീറ്റ്ലി വ്ളോഗിലേക്ക് ഇറങ്ങുകയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളെന്താണെങ്കിലും രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഏകദേശം 100% ചാർജർ എടുത്തില്ല, സ്വാഭാവികം. അപ്പോൾ നമുക്ക് ആ ചാർജർ എടുക്കാനായിട്ട് നമ്മൾ ഇറങ്ങണ്ടല്ലോ, അപ്പായുടെ വല്ലതും തരുമെന്ന് ചോദിക്കാം. 100 രൂപയുടെ ഒരു കാലം കൂടെ അതിൻ്റെ അവസ്ഥ. അപ്പോൾ 100 കുട എനിക്ക് തന്നിട്ട് അവൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. അമല വരുന്നു ട്രൈ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഇതാണ്ട് നമ്മുടെ മൂന്നാർ ഹിൽസൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതിൽ എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുന്നൊരു കേസ് എന്ന് പറയുന്നത് സൗണ്ടൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു, കാറ്റില. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വണ്ടി എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്താണ്. നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടാണ് അമല റോഡിൽ അതാണ്ട് വളരെ അമലേനെ കാണാൻ നല്ല രസമുണ്ട്. എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. അപ്പോൾ ഈ EV ആയതുകൊണ്ട് തന്നെ ഇതിന് ടോർക്ക്, ഇപ്പം നമ്മുടെ പുറകെ വരുന്ന വണ്ടികളൊക്കെ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് കണ്ട് ഇതുപോലെ ചെറിയൊരു സ്പേസ് കണ്ടാൽ കയറാൻ പറ്റത്തില്ല. കാരണം വളവാണ്, വളവിൽ കയറാൻ പാടില്ലായിരുന്നു. അവന് ഹോൺ അടിച്ചു, നമ്മൾ ഹോൺ അടിച്ചു. ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഒന്ന് പെഡൽ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് വണ്ടി നല്ല സുഖമായിട്ടും കയറിക്കോളും. നമ്മളിപ്പോൾ എക്കോ മോഡിലാണ്, എന്നാൽ പോലും അഗ്രസീവായിട്ടും കയറിക്കോളും. അപ്പോൾ നമ്മൾ ആ KCBയുടെ ചാർജിങ് സ്റ്റേഷനിൽ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ താണ്ട വേറൊരു ചാർജിങ് സ്റ്റേഷൻ കണ്ടു, എന്തോ ഷിക്ലയോ സംതിങ്, നമ്മുടെ നാട്ടിൽ കേട്ടിട്ടില്ല. പക്ഷേ ചാർജ് മോഡ് തന്നെയാണ് ഇവിടെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ താണ്ട നമ്മൾ അവിടെ ഒന്ന് ചാർജ് ചെയ്യുകയാണ്. നമുക്ക് ഏതാണ്ട് 70%, എനിക്ക് തോന്നുന്നത് 120 കിലോമീറ്റർ ഓടാൻ ഏതാണ്ട് 65% കണ്ട് മിച്ചം ഉണ്ടായിരുന്നു. 63 സംതിങ്. നമ്മൾ അത്യാവശ്യം സ്പീഡിലാണ് വന്ന്. പിന്നെ മാത്രമല്ല ഫുള്ള് കയറ്റമാണല്ലോ, അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ റീജിയൻ കംപ്ലീറ്റ്ലി ആക്ടിവേറ്റഡ് ആവും. എന്നാലും നാളെ നമുക്ക് കറങ്ങാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ലിറ്ററലി ഒന്നും കൂടെ ഇവിടുന്ന് ഫുള്ളാക്കിയേക്കാമെന്ന് വിചാരിച്ചു. വട്ടവടയോ അല്ലെങ്കിൽ
കാട്ടിലോട്ടൊക്കെ പോകുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഫുൾ ചാർജ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കാൻ പോകുന്ന ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എലിക്സർ ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള എലിക്സർ ഹിൽസ് എലിക്സർ വുഡ്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇവർക്ക് വരുന്നുണ്ട്. അവിടെയാണ് നമ്മളിന്ന് താമസിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഷോർട്സൊക്കെ കണ്ടിട്ട് ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ്ലി ഇൻഡെപ്ത് റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഞാനൊരു കൈൻഡ് ഓഫ് ഒരു വ്ളോഗ് സ്റ്റൈലിൽ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു വെഹിക്കിൾ എടുക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു EV ആയിട്ട് നമുക്ക് അഡാപ്റ്റഡ് ആവാൻ പറ്റുമോ എന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് മൂന്നാർ വന്ന് ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ദാണ്ട് ഇന്നലത്തെ ഡ്രൈവും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ എലിക്സർ ഹിൽസിൽ വന്ന് ഇന്നലെ രാത്രി അടിപൊളിയായിട്ട് സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് EV ചാർജിങ്ങിനുള്ള സൗകര്യം വരെ അവർ ഒരുക്കി തരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഓൾറെഡി ഫുൾ ആയതുകൊണ്ട് നമ്മളത് ചെയ്തൊന്നുമില്ല. അവിടെ ഒരു നാച്ചുറൽ വാട്ടർഫോൾസ് ഉണ്ട്, പിന്നെ താഴെ ഭയങ്കര രസമുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ അഖിലിനോട് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ആഡ് ചെയ്യും. നിങ്ങൾ മൂന്നാർ വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ കർവിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഏകദേശം ഒരു 300+350 കിലോമീറ്ററോളം റേഞ്ച് കിട്ടുന്നുണ്ട്. എക്സ്റ്റേണൽ വ്യൂ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മളൊരു 100 തവണ റിവ്യൂ ചെയ്തൊരു കോൺസെപ്റ്റാണ്. ഇത് ശരിക്കും ഒരു കൂപ്പ്, ഇതെന്താ പറയേണ്ടത്, ഇതൊരു പുതിയൊരു ഡിസൈൻ സ്റ്റൈലാണല്ലോ. ലിറ്ററലി പണ്ടത്തെ X6 എന്നൊക്കെ പറയുന്ന ആ ഒരു മോഡലിലേക്ക് വന്നേക്കുന്നതാണ്. നമുക്ക് ഫ്രണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ സൈഡ് പ്രൊഫൈൽസ് ആണെങ്കിലും ആ ഒരു സ്മൂത്ത്നെസ് കുറച്ചുകൂടി ഒരു എന്നാ പറയേണ്ടത്, ഒരു എലഗൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു മച്വേർഡ് ഡിസൈനും തന്നെ നമുക്ക് ഈ ഒരു കർവിൻ്റെ ഡിസൈന് നമുക്ക് പറയാൻ പറ്റും. യാത്രാസുഖം ഇതിൻ്റെ അകത്ത് ശരിക്കും പ്ലസ് കൊടുക്കേണ്ട ഒരു പോയിൻ്റാണ് ട്രാവൽ കംഫർട്ട് എന്ന് പറയുന്നത്. അത് ലിറ്ററലി നമ്മളെല്ലാവരും ഇത്രയും നേരം ഓടിച്ചു വന്നിട്ടും നമുക്ക് ഒരു മടുപ്പ് എടുക്കത്തില്ല. ആ രീതിയിലാണ് ടാറ്റ ഇവനെ ബിൽഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലോങ് ടേമിന് പറ്റുന്നൊരു വെഹിക്കിൾ തന്നെയാണ്. ഇത്രയും കാലം EVയുടെ ഒരു റേഞ്ച് ആങ്സൈറ്റി നമുക്കുണ്ടായിരുന്നല്ലോ, അത് ലിറ്ററലി ഇപ്പം വന്നപ്പോഴത്തേക്ക് അത് മാറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ആ എലിക്സർ ഹിൽസിൻ്റെ കുറച്ച് ഷോർട്സൊക്കെ ഒന്ന് കണ്ടിട്ടോ, അടിപൊളി. ഇതിപ്പോൾ കർവിൻ്റെ വേറൊരു അടിപൊളി ഫീച്ചറാണ്. നമുക്ക് ദാണ്ട് വീട്ടിലോടുള്ളതുകൊണ്ട് അതിൻ്റെ അഡാപ്റ്ററൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ദാണ്ട് ഇവർക്ക് നല്ല വിശപ്പിൻ്റെ അസുഖമുള്ളതാണല്ലോ അല്ലേ അമ്മേ? വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്കുക, പത്തായം കൊണ്ട് നിറയട്ടെ. അവർക്ക് മാത്രമല്ല എനിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് നൂഡിൽസ് ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങൾ ദാണ്ട പാത്രമൊക്കെ കഴുകി ദാണ്ട് ഇൻഡക്ഷൻ കുക്കർ നിങ്ങൾക്ക് കാണാമല്ലോ ഓണായി തിളക്കുന്നുണ്ട്. ഓണായിട്ടില്ല കഴിച്ച് ഇപ്പോൾ ഓണായെന്നാണ് മാഡം പറയുന്നത്. കണ്ടോ? അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ബാക്കി ഇതിന് സ്വിച്ച് ബാക്കിലാണ് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചില്ലായിരുന്നോ? അതായത് ഇതിന് ഞാൻ കുറേ നേരം ഇരുന്ന് തപ്പി, ഇവിടെ റേഞ്ച് കുറവാണ്, അതുകൊണ്ട് നമുക്ക് വിളിച്ചു വയ്ക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ദാണ്ട ബാക്കിൽ ഡിക്കിയിലൊരു സ്വിച്ച് ഉണ്ട്, അതിൽ ഞെക്കിയാൽ ഇത് ഓണാവത്തുള്ളൂ കേട്ടോ. എല്ലാവരും ഓർത്ത് വെച്ചോണേ. അപ്പോൾ ദാണ്ട് ഞങ്ങൾ നൂഡിൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അല്ല എന്നാ ടാറ്റ കർവിൽ ഉണ്ടാക്കിയോണ്ടാന്ന് തോന്നുന്നു. തമാശയാക്കാണ്. അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട കേട്ടാ. അപ്പോൾ നമ്മൾ ഗൈസ് മൂന്നാറിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ തിരിച്ചു വന്നു. നമ്മൾ കൊച്ചിയിലെത്തി. ഇപ്പോൾ നമ്മുടെ ലിജാണ് കൂടുതലുള്ള അവരെല്ലാം ഇറങ്ങി. കാരണം നമ്മൾ ആ ഡ്രൈവിൽ അല്ലെങ്കിൽ ആ ട്രിപ്പിൽ കുറച്ചും കൂടെ അങ്ങ് എൻജോയ് ചെയ്ത് പോയി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു വെർഡിക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ലിറ്ററലി ഭയങ്കര കംഫർട്ടബിൾ ആണ് വെഹിക്കിൾ എന്ന് പറയുന്നത്. നമുക്ക് ദാണ്ട് അഡാസ് വരുന്നുണ്ട്, എമർജൻസി ബ്രേക്കിങ്സ് വരുന്നുണ്ട്. ഇപ്പോൾ കട്ടറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രമാത്രം ഒന്നും അറിയത്തില്ല. നമുക്ക് നല്ല പ്രോപ്പറായിട്ട് കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്ക് സീറ്റിലാണെങ്കിലും ദാണ്ട നല്ല സ്പേഷ്യസ് ആണ്. നിങ്ങൾ അവളെ വീഡിയോ ഒക്കെ കണ്ടില്ല, മറ്റേ വെക്കേഷനിലിരിക്കുന്ന പോലെ വണ്ടി നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട്. ആ ഒരു സ്റ്റൈലിലാണ് ഇരിക്കുന്നത്. വലിയ പനോറമിക് സൺ റൂഫ് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇവൻ്റെ റേഞ്ച് എന്ന് പറയുന്നൊരു ഫാക്ടറാണ് കേട്ടോ. എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈലിൽ എനിക്കൊരു 350+ കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു 400 അടുത്ത് ഒരു നോർമൽ ഒരാൾക്ക് കിട്ടുന്നുള്ളത് ഉറപ്പാണ്. ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ റീസൺ എന്നാൽ നമുക്ക് കണ്ട് ഇതുപോലെ ക്യൂക്ക് ആക്സലേഷൻസ് ഒക്കെ കൊടുക്കുന്ന ആളാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നോട്ടീസ് ചെയ്യേണ്ട ഒരു കേസ് പറഞ്ഞാൽ 0 to 100 ഏതാണ്ട് 8 സെക്കൻഡ് സംതിങ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എന്നാൽ പോലും ഇതിൽ യൂസ്ഫുൾ ആയിട്ടൊരു സാധനം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അങ്ങ് കൊടുക്കുന്ന സമയത്ത് പിന്നെ ഓവർടേക്ക് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഓവർടേക്കിങ്ങിൽ വളരെയധികം, അതായത് നമുക്ക് യൂസ് കേസ് ആയിട്ട് വരുന്ന പവേഴ്സ് ഉണ്ടല്ലോ, അത് വളരെയധികം നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇവൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇവൻ്റെ ഒരു കംപ്ലീറ്റ്ലി ഒരു ട്യൂണിങ് ടാറ്റ ചെയ്തിരിക്കുന്നത്. പിന്നെ യാത്രാ സുഖമുണ്ട്. ഇപ്പോൾ പിന്നെ ഇതിനകത്ത് ഞാൻ ഫേസ് ഇഷ്യൂ എന്ന് പറഞ്ഞപ്പോൾ 3 പേരാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് ബോഡി റോളിങ് വരും. 2 പേരാണ് 4 പേരാണെങ്കിലും അതിൻ്റെ അകത്ത് പ്രശ്നം. അത് പ്രോപ്പർ ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയിൽ പോകുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് പ്രശ്നമില്ല. അഡാസിൻ്റെ ലെവൽ 2 വരുന്നുണ്ട്. ദാറ്റ്സ് ലൈക്ക് ഓൾസോ എ ഗുഡ് തിങ്. വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. രാത്രിയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ആ റേഞ്ച് കാണിച്ചല്ലോ. തിരിച്ച് ഞാൻ ഇറങ്ങിയ സമയത്ത് റീജിയനും കൂടെ ആക്ടിവേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര റേഞ്ചായിരുന്നു. തിരിച്ച് ഞാൻ മുകളിൽ നിന്ന് ഇറക്കിയപ്പോൾ 90, താഴെ തിരിച്ച് വന്നപ്പോഴും 90 തന്നെയായിരുന്നു. ദാറ്റ്സ് ഓൾസോ എ റിയലി ഗുഡ് തിങ്. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 3 മോഡുണ്ട്. എക്കോ, അതുപോലെ തന്നെ സ്പോർട്ട്, അതുപോലെ തന്നെ സിറ്റി 3 മോഡ്സ് അവൈലബിൾ ആണ്. 3ലും റേഞ്ച് മാറും. ഇവിടെ പാഡിൽസ് കൊടുത്തിട്ടുണ്ട്. പാഡിൽസ് എന്തിനാന്ന് പറഞ്ഞാൽ റീജൻ നമുക്ക് മാറി ഇടാനാണ്. ഇത് ആക്ച്വലി എനിക്ക് ആദ്യമേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ആരെങ്കിലും യൂസ് ചെയ്യുമെന്നുള്ളത്. പക്ഷേ ഇന്നലെ തിരിച്ച് മല ഇറങ്ങിയ സമയത്ത്, മൂന്നാറിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ ഇത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് വന്നത്. അതായത് നമുക്ക് വളവിൽ
നമുക്ക് ബ്രേക്കിങ്ങിന് തൊട്ട് മുമ്പ് റീജൻ കൂട്ടിയിട്ട് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ശരിക്കും ഒരു ചെറിയ രീതിയിലുള്ളൊരു എഞ്ചിൻ ബ്രേക്കിംഗ് എന്നുള്ളൊരു സ്റ്റൈലിൽ നമുക്ക് അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കേവും കൂടെ കൊണ്ടുവന്നപ്പോൾ ഇത്രയും ദിവസമല്ല, ഇത്ര ലോങ് പോയപ്പം ഇത്രയും കാലം ഞാൻ ടിയാഗോ കൊണ്ട് നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ടിയാഗോയുടെ വലിയൊരു ഫാനായിരുന്നു. ഇപ്പോൾ വലിയ കുറച്ചുകൂടെ ഹയർ ബാറ്ററി പാക്കുള്ള വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ദൂരെയൊക്കെ പോകാൻ പറ്റും. അവിടെ ആദ്യമേ ഞങ്ങൾ ചെന്നപ്പോൾ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ തന്നെയായിരുന്നു. KSEBിയുടെ ചാർജിങ് സ്റ്റേഷൻ വർക്ക് ചെയ്തില്ല. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ എടുത്തിരുന്നെങ്കിൽ ഒരൊറ്റ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നാലും നമുക്ക് പണി കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ 1-2 ചാർജിങ് സ്റ്റേഷൻ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മളവിടെ ചാർജ് ചെയ്ത് മുന്നോട്ട് പോയി. പിന്നെ എനിക്ക് നോട്ടീസ് ചെയ്തൊരു കേസുണ്ട്. നമ്മളിപ്പോൾ 60 kWയുടെ ചാർജറാന്ന് പറഞ്ഞാൽ നമ്മളൊരിടത്ത് പോയെന്ന് ഓർത്തും അവിടെ ഇപ്പോൾ 2 വണ്ടി ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി 30 kW ചാർജ് ആവത്തുള്ളൂ. അതൊരു ഫോൾസ് അഡ്വർടൈസ്മെൻറ്റ് പോലെ എനിക്ക് തോന്നി. അതേസമയം ഇപ്പം ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 60 kW ചാർജ്, അപ്പോൾ വളരെ സ്പീഡിൽ ചാർജ് ചെയ്യും. പിന്നെ ചാർജിങ് ടൈമും വളരെയധികം സ്പീഡിൽ തന്നെ ഫാസ്റ്റ് ചാർജർ ഉള്ളതുകൊണ്ട് നമുക്ക് പണ്ടത്തെ പോലെ സമയം പോകുന്നൊന്നും ഫീൽ ചെയ്യത്തില്ല. നമ്മൾ ജസ്റ്റ് അവിടെ ഇറങ്ങി അവിടുന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്ത്, നിങ്ങൾ ഫോട്ടോസ് കണ്ടാണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ, 2 ഫോട്ടോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും സംഭവം സെറ്റാണ്. പിന്നെ നമ്മൾ താമസിച്ച റിസോർട്ട് എലിക്സർ ഹിൽസും എലിക്സർ വുഡ്സും അതിൻ്റെ മറ്റേ നിങ്ങൾ കുറച്ച് വീഡിയോസ് കണ്ടല്ലോ, വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയാൻ പറ്റും. നല്ല രസമായിരുന്നു മൂന്നാർ പോയിട്ട്, ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഒരു വളരെ ലോങ് ഒരു ട്രിപ്പ് പോയിട്ട് വന്നു. അപ്പം അത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സോ ദിസ് ഈസ് യുവർ ദീപക് രാജൻ, ഡോക്ടർ ഐ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.